ലൂക്ക 3:22. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്ക 9:35. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് ഈ വചനങ്ങളുടെ പ്രാധാന്യം എന്ന് അല്ലേ? അതെ, മേൽപ്പറഞ്ഞ 2 വചനങ്ങളും ക്രിസ്തുവും പിതാവുമായുള്ള ബന്ധത്തിൻ്റെ അഗാധ തലങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇപ്രകാരം വിശുദ്ധ ക്ലാരയുടെ ക്രിസ്തു കേന്ദ്രീകൃതവും ദൈവസ്നേഹപൂരിതവുമായ ജീവിതത്തിൻ്റെ ആഴങ്ങളെ വ്യക്തമാക്കുന്ന വാക്കുകളാണ് ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം, എൻ്റെ സർവസമ്പത്തും അവിടുന്ന് തന്നെ, എനിക്ക് മറ്റൊരുവനെ ആവശ്യമില്ല എന്നത്. ദൈവസ്നേഹത്താൽ തിങ്ങിയ ഹൃദയത്തോടെ വിശുദ്ധ പൗലോസിനെ പോലെ എനിക്ക് ജീവിക്കുക ക്രിസ്തുവും മരിക്കുക ലാഭവുമാണെന്ന് ആത്മാർത്ഥമായി പറയുവാൻ നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലാരയ്ക്കും സാധിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന വചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു വിശുദ്ധ ക്ലാരയുടെ ജീവിതം. മാടമ്പി കുലത്തിൽ ജനിച്ച് സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്ന സുന്ദരിയായ ക്ലാര തനിക്ക് ഉണ്ടായിരുന്നതും നേടാമായിരുന്നതുമായ എല്ലാ നേട്ടങ്ങളും സുഖങ്ങളും പരിശുദ്ധ ത്രിത്വത്തോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി നഷ്ടപ്പെടുത്തിയവളാണ്. ലോകം തനിക്ക് മുമ്പിൽ നീട്ടി നൽകിയ എല്ലാ സുഖസൗകര്യങ്ങളും ഉച്ഛിഷ്ടം പോലെ അവഗണിച്ചുകൊണ്ടാണ് ദൈവവുമായി ഒന്നു ചേരുവാൻ, ദൈവത്തിൽ ലയിച്ചു ചേരുവാനായി അവൾ സ്വയം ഒരുങ്ങിയത്. ദാരിദ്ര്യനിഷ്ഠയ്ക്ക് അയവ് വരുത്തണമെന്ന് പരിശുദ്ധ പിതാവ് ക്ലാരയോട് നിർദ്ദേശിച്ചപ്പോൾ ആ പുണ്യാത്മാവിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ദാരിദ്ര്യത്തിൽ നിന്നല്ല, എൻ്റെ പാപങ്ങളിൽ നിന്നും എന്നെ മോചിച്ചാൽ മതി. എങ്ങനെയും എന്ത് ത്യാഗം സഹിച്ചും ദൈവവുമായി ഐക്യപ്പെടണം, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തണം, ഇതായിരുന്നു അവളുടെ ഏക അഭിലാഷം. ദൈവദർശനത്തിനും ദൈവൈക്യ ജീവിതത്തിനും ഭൗതികമായതൊന്നും തടസ്സമാകരുതെന്ന് ആ അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഈശോയുടെ ദാരിദ്ര്യവും അധ്വാനവും ദൈവ ഐക്യവുമെല്ലാം തന്നിലേക്ക് പകർത്താനുള്ള തീക്ഷ്ണമായ ആഗ്രഹമാണ് കടുത്ത ദാരിദ്ര്യത്തിന് ക്ലാരയെ പ്രേരിപ്പിച്ചത്. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു: അവിടുത്തെ മാധുരി ആസ്വദിക്കുവാൻ ജീവിതകാലം മുഴുവൻ എനിക്ക് അവിടുത്തെ ആലയത്തിൽ വസിക്കണം എന്ന സങ്കീർത്തനവാക്യം സ്വന്തമാക്കിക്കൊണ്ട് ദൈവസഹവാസവും ദൈവികമായ ആനന്ദവും മാത്രം തേടി അവൾ സന്യാസത്തിൽ എത്തിച്ചേർന്നു. ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ചു. എൻ്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നീ നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറന്നു കളയുക. എന്തെന്നാൽ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ സംപ്രീതനായിരിക്കുന്നു. ഈ പ്രവാചക വചനം കേട്ട് കർത്താവിൻ്റെ തിരുമുഖം മാത്രം മുന്നിൽ കണ്ട് ജീവിച്ച പുണ്യവതിയാണ് വിശുദ്ധ ക്ലാര. ദിവ്യനാഥന് സ്വയം സമർപ്പിതയായ പുണ്യവതിയുടെ സ്ത്രീധനം ദാരിദ്ര്യവും കന്യാത്തവുമായിരുന്നു. കർത്താവിൻ്റെ ശ്രീകോവിലിൽ ജ്വലിച്ചു നിന്ന വിശുദ്ധിയുടെ നെയ്വിളക്കത്രേ വിശുദ്ധ ക്ലാര. പലരും ഈ വിളക്കിൽ നിന്നാണ് കൈത്തിരികൾ കൊളുത്തുന്നത്. പ്രകാശത്തിൻ്റെ ഈ പുത്രി സെറാഫിനെ പോലെ ഭക്തി തീക്ഷ്ണതയുള്ളവളും ഹീനത്വം സ്പർശിക്കാത്ത വിനയസമ്പന്നയും നിത്യകിരീടം അവകാശമാക്കുന്ന സൗമ്യശീലയും സ്വർഗീയ സൗഭാഗ്യം കൊതിക്കുന്ന ആഹ്ലാദശീലയും ആയിരുന്നു. ക്ലാരയുടെ അന്തരംഗം സദാ ആനന്ദധോരണിയിൽ ആറാടിയിരുന്നു. അന്തരംഗത്തിൽ നിന്ന് കവിഞ്ഞൊഴുകിയ സമാധാനവും സന്തോഷവും സകലരുമായി പങ്കുവച്ച് ആ ഹൃദയം ദൈവസ്നേഹത്തിൻ്റെ അഗ്നികുണ്ഡമായി. സ്നേഹമുള്ളവരെ, വിശുദ്ധ ക്ലാര നമ്മോട് പറയുന്നു:
ഭൂമിയിലെ എല്ലാ ശക്തികളെയും കവിയുന്നതാണ് നമ്മുടെ നാഥൻ്റെ ശക്തി. അവിടുത്തെ ആത്മവല്ലഭനായി തിരഞ്ഞെടുത്ത നാം ഭാഗ്യവതികളാണ്. യാതൊരു മാലിന്യവും കലരാത്ത പരിശുദ്ധിയുടെ ഉത്കൃഷ്ട പദവിയിലേക്ക് സ്വയം ഉയർത്തിയാലും സ്വർഗാധിപൻ അവിടുത്തെ രാജധാനിയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ദിനം അങ്ങുമായി നാം ഐക്യം പ്രാപിക്കും. ദൈവം നൽകുന്ന ആന്തരിക പ്രചോദനങ്ങളെ, അവിടുന്ന് കാരുണ്യപൂർവ്വം നമ്മിൽ നിവേശിപ്പിക്കുന്ന സത്ചിന്തകളെ കൈവെടിയാതെ നന്മയിൽ സ്ഥിരമായി നിൽക്കാം. അത് നമ്മുടെ കടമയത്രേ. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു എന്ന സങ്കീർത്തനവാക്യം ക്ലാരയെ സംബന്ധിച്ചിടത്തോളം അക്ഷരശ അന്വർത്ഥമായിരുന്നു. ദൈവത്തിൻ്റെ അവാച്യമായ ആനന്ദവും നിത്യമായ മഹത്വവും വരദാനങ്ങളും ധ്യാനിച്ചുകൊണ്ട് അവയ്ക്ക് വേണ്ടി നെടുവീർപ്പിടുകയും തുടിക്കുന്ന ഹൃദയത്തിൻ്റെ അഗാധതയിലെ സ്നേഹത്തോടെ അവയെ കാംക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വിശുദ്ധ ക്ലാരയുടെ വാക്കുകൾ നമ്മെ ദൈവസ്നേഹത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കും ഒരു നിമിഷം ചിന്തിക്കാം. ദൈവസ്നേഹമാണ് നമ്മുടെ വിളിയുടെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന നാം എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു. വിശുദ്ധ ക്ലാരയെപ്പോലെ ദൈവ ഐക്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ പ്രാർത്ഥനയിലും ദൈവൈക്യ ജീവിതത്തിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നുണ്ടോ? ദൈവസ്നേഹത്തിൽ ഞാൻ വളരുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ മാധുരി ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സഹോദരങ്ങൾ എനിക്ക് ശല്യമായി അനുഭവപ്പെടുന്നെങ്കിൽ, ജീവിതം വലിയൊരു ഭാരമായി തോന്നുന്നെങ്കിൽ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും എനിക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ എൻ്റെ ജീവിതത്തിന് എന്തർത്ഥം? അതുകൊണ്ട് എന്ത് നേട്ടം? യേശുനാഥ, അങ്ങയുടെ പാദാന്തികത്തിൽ എല്ലാം മറന്ന് ഞാനിരിക്കട്ടെ. ആ തിരുമുഖ ദർശനം എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കട്ടെ. അവിടുത്തെ സൂക്ഷിച്ച് വീക്ഷിക്കാൻ, ധ്യാനിച്ച് സാംശീകരിക്കാൻ, അനുഭവിച്ച് ആനന്ദിക്കാൻ എനിക്ക് ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയോടെ